വർക്കലയിൽ വെച്ച് ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞു. റെയിൽവേ പോലീസ് നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയാണ് പ്രതി സുരേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു പരേഡ്. ഹരിമോഹൻ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ ഹരിമോഹൻ. കേരളക്കരയെ തന്നെ ഞെട്ടിച്ചൊരു ഒരു വാർത്തയായിരുന്നു, ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പെൺകുട്ടി ഇപ്പോൾ ഇത് ആക്രമിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറ്റെന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഇതിന് തിരിച്ചറിയൽ പരേഡ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത്. ആ തിരിച്ചറിയൽ പരേഡിൽ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി, അതായത് ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചന, ട്രെയിനിലൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയാണ് തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുത്തത്. അർച്ചന പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് പ്രതി സുരേഷ് കുമാറിനെ ജയിലിൽ വെച്ച്, അതായത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് നടന്ന തിരിച്ചറിയൽ പരേഡിൽ അർച്ചന തിരിച്ചറിയുകയായിരുന്നു. പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ തന്നെ മറ്റാശങ്കകളൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചറിയുകയായിരുന്നു എന്നുള്ളതാണ് റെയിൽവേ പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അതായത് മജിസ്ട്രേറ്റ് സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു തിരിച്ചറിയൽ പരേഡ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ സഹായിച്ച വ്യക്തിയെ കൂടി കണ്ടെത്തി ഇരുവരെയും തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുപ്പിക്കാനായിരുന്നു റെയിൽവേ പോലീസ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇയാളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടുകൂടിയാണ് അർച്ചനയെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടത്തിയത്. ആ തിരിച്ചറിയൽ പരേഡാണ് ഇത്തരത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ ഈ പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വിശദമായ തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ നടന്ന തിരിച്ചറിയൽ പരേഡിൽ ഈ പ്രതി സുരേഷ് കുമാറിന്റെ അതേ ഉയരവും ഒപ്പം തന്നെ വണ്ണവും ഒക്കെയുള്ള മറ്റ് 4 പേരെ കൂടി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. ആ പരേഡ് അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം ഇനിയിപ്പോൾ പൂർത്തിയായതോടുകൂടി തെളിവെടുപ്പ് നടത്തി കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് റെയിൽവേ പോലീസിന് മുന്നിലുള്ളത് എന്നുള്ളതാണ്. നാളെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അതേ ട്രെയിനിൽ, അതായത് കേരള എക്സ്പ്രസിൽ തന്നെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് അതേ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തുകൊണ്ട് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതായത് സംഭവം നടന്നിട്ടുള്ള അതേ ബോഗി അതേ സ്ഥലത്തെത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ ഉണ്ടാകും. ഒപ്പം തന്നെ അന്ന് പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത്, കോട്ടയത്ത് നിന്ന് കയറിയ സുഹൃത്ത് ലാലു അടക്കമുള്ള ആളുകളെ കൂടി ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റിക്കൊണ്ടായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വർക്കലയിൽ വെച്ച് ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെയാണ് ഇപ്പോൾ സഹയാത്രികയായിട്ടുള്ള അർച്ചന തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.